മനസ്സിനും ശരീരത്തിനും ആത്മീയ ആരോഗ്യ ഉണർവേകുന്നതിനൊപ്പം സ്ത്രീ ശാക്തീകരണം കൂടി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയാണ് കൊല്ലത്തെ വൈബ്രന്റ് യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ. വീട്ടമ്മമാർ മുതൽ സ്കൂൾ കുട്ടികൾ വരെ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. യോഗയിലൂടെ നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന ഈ പെൺകരുത്ത് ഇതിനകം നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു കൂട്ടായ്മ. ആരോഗ്യരംഗത്തെ യോഗയുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാണ് കൊല്ലം വാളത്തുങ്കലുള്ള പ്രിൻസി ഇതിന് തുടക്കം കുറിച്ചത്. ആദ്യമൊക്കെ ഇതിലേക്ക് കടന്നുവരാൻ പലർക്കും മടിയായിരുന്നു. പക്ഷേ പ്രതിസന്ധികളെ മറികടന്ന് ഇവിടേക്ക് എത്തിയവർ ഒത്തുചേരുമ്പോൾ ഇത് 500-ൽ പരം അംഗങ്ങളുള്ള ഒരു കുടുംബമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വിട്ടുമാറാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാണ് ഇത്തരത്തിൽ ഒരു യോഗ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. പിന്നീട് ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിലേക്ക് വളർന്നു. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോൾ തന്നെ പല പല പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള മനസ്സിൻ്റെ പവർ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളൊരു ഡിഫെൻഡ് പോലല്ല കൊടുക്കുന്നത്, അസുഖത്തെ മാറ്റം വരുത്താനാണ് യോഗ കൊടുക്കുന്നത്. അതിലൂടെ തന്നെ അവർ സെൽഫായിട്ട് തന്നെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയും മാക്സിമം അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകാതെ അവർ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ അവർക്ക് യോഗയിലൂടെ കഴിയുന്നുണ്ട്. നിലപാടുകൾക്കും സാമൂഹ്യ ഇടപെടലുകൾക്കും അതിർവരമ്പിട്ടിരുന്ന സമൂഹത്തിൽ നിന്നും വീട്ടമ്മമാർക്ക് പൊതുരംഗത്തേക്കുള്ള ഉറച്ച കാൽവയ്പ് കൂടിയായിരുന്നു ഈ സംരംഭം. കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിശബ്ദരാക്കപ്പെട്ടവർ യോഗയെന്ന ആത്മബലത്തിന്റെ ശക്തിയിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നു. യോഗയിൽ നിന്ന് ഒരുപാട് കോൺഫിഡൻസ് ലെവലാണ്. കാര്യം നമുക്ക് മാനസികാരോഗ്യമാണ് പ്രധാനം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് ഒരുപാട് മാറ്റം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് മാറിയെന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ പോലും ചോദിക്കും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ എന്നുള്ളത്. അതെൻ്റെ യോഗ ചെയ്തിട്ടാണെന്ന് ഞാൻ പറയും. മെയ്വഴക്കത്തിലൂടെ മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകുമ്പോൾ യോഗയെന്ന പൈതൃക സ്വത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറുന്നു. ആ തിരിച്ചറിവാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.